കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ പരിശോധന വ്യാപകമാക്കി ഭക്ഷ്യസുരക്ഷാ വിഭാഗം. നഗരത്തിലും ബീച്ചിലും നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായി പ്രവർത്തിച്ച തട്ടുകടകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗവും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും ജില്ലയിലുടനീളം പരിശോധന ശക്തമാക്കിയത്. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലും ബീച്ചിലും നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും അനാരോഗ്യകരമായ ശീതളപാനീയങ്ങളും പിടിച്ചെടുത്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച നിരവധി തട്ടുകടകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നടപടികൾ അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള നിർമ്മാണങ്ങൾ മറ്റു കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രം കച്ചവടം ചെയ്യാനുള്ള നിർദ്ദേശമാണ് എല്ലാവരും കൊടുക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുകയാണ്. കച്ചവടം ചെയ്യുന്ന ആളുകളുടെ വ്യക്തിശുചിത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. ഇവിടെ എന്തായാലും ബീച്ചിന് ഒരു പകർച്ചവ്യാധി ഉണ്ടാവരുത്, ബീച്ച് തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു പകർച്ചവ്യാധി ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തിലുള്ള ഒരു പരിശോധനയാണിത്. ബീച്ചിൽ മാത്രമല്ല, രാത്രികാല പരിശോധനയും ശക്തമാക്കും. ബീച്ചിൽ മാത്രമല്ല, മറ്റ് ഭക്ഷണ പാനീയങ്ങൾ വിൽക്കുന്ന എല്ലാ കടകളിലും, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റ്സ് എല്ലായിടത്തും പരിശോധനകൾ കർശനമാക്കും. കോഴിക്കോട് ബീച്ച് പരിസരത്ത് 90 കടകൾക്ക് മാത്രമാണ് കോർപ്പറേഷൻ ലൈസൻസ് നൽകിയിട്ടുള്ളത്. എന്നാൽ അധികം കടകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. ശീതളപാനീയങ്ങളും ഐസ് ഉൽപ്പന്നങ്ങളും ശുചിത്വമില്ലാത്ത വെള്ളത്തിൽ ഉണ്ടാക്കുന്നതായും കണ്ടെത്തി. ഒക്ടോബർ മുതൽ ഇതുവരെ 227 പേർക്കാണ് ജില്ലയിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 45 പേർക്ക് രോഗം ബാധിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ 6 പേരാണ് ചികിത്സയിലുള്ളത്. ശുചിത്വമില്ലാത്ത ഭക്ഷണപാനീയങ്ങളിൽ നിന്നാണ് രോഗം പടരുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പരിശോധനകൾ കർശനമാക്കുന്നത്. വരും ദിവസങ്ങളിലും ഹോട്ടലുകളിലടക്കം പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.